ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പപ്പടം കോക്കനട്ട് റൈസ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കുറച്ച് കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പിന്റെ കളറ് ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ തേങ്ങയുടെ കളർ ഒന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതിയാകും. ഈ സമയത്ത് തന്നെ ഞാനിവിടെ ഒരു 3 പപ്പടം ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചു വെക്കണം. തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ റൈസിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പപ്പടത്തിലും ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില കുറവാണ്, അതുകൊണ്ടാണ് ഉള്ളത് കുറച്ച് ഇട്ട് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പപ്പടം തേങ്ങാച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. പ്രത്യേകിച്ച് സൈഡ് ഡിഷിന്റെ ആവശ്യമൊന്നുമില്ല. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലത്തെ ലഞ്ച് ബോക്സ് റെസിപ്പീസും നോർത്ത് ഇന്ത്യൻ റെസിപ്പീസും സൗത്ത് ഇന്ത്യൻ റെസിപ്പീസും ഒക്കെ കാണുവാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.